ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് അഭിസംബോധന ചെയ്യും. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ. ആഭ്യന്തര ഉൽപാദനത്തിൽ 6.6% വളർച്ച. റവന്യൂ കമ്മി 0.88% കുറഞ്ഞു. ധനകമ്മി 2.44% കുറഞ്ഞു. കൃഷിക്കൂട്ടം പദ്ധതി വഴി 3 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ബാറ്റ് ചെയ്യുന്നു. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് അഭിസംബോധന ചെയ്യും. വാഹന നിർമ്മാതാക്കളുടെ ഗതാഗത മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനമാണ് നടക്കുന്നത്. മൊബിലിറ്റിയുടെ ആഗോള കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയെ ലോകത്തിനു മുന്നിൽ അടയാളപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുന്നു. രാജ്യസഭയിൽ ചോദ്യോത്തരവേളയും പുരോഗമിക്കുന്നു. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത്. CMRL കമ്പനിയിൽ നിന്നും നൽകാത്ത സേവനത്തിന് എക്സാലോജിക് കമ്പനി പണം കൈപ്പറ്റിയതായി കണ്ടെത്തിയ സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും മാത്യു കുഴൽനാടനാണ് അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ചട്ടപ്രകാരം അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാൻ കഴിയില്ലെന്ന് സ്പീക്കർ അറിയിച്ചു. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണിത്. CMRL കമ്പനിയിൽ നിന്നും നൽകാത്ത സേവനങ്ങൾക്ക് പണം കൈപ്പറ്റിയതായി ഇൻകം ടാക്സ് ഇന്ററിം സെൻട്രൽ ബോർഡും ROCയും കണ്ടെത്തിയതായും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടക്കുന്നതായും പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന പ്രമേയം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ ഡോക്ടർ മാത്യു കുഴൽനാടൻ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി KK രമ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. അടിയന്തര പ്രമേയ നോട്ടീസുകൾ അനുമതി നൽകുന്നത് സംബന്ധിച്ച് ചട്ടങ്ങളിലെ ചട്ടം 52 ക്ലോസ് 9, 53 എന്നിവ അനുസരിച്ച് ഈ നോട്ടീസ് അനുമതി നൽകാൻ കഴിയില്ല എന്നറിയിക്കുകയാണ്. ഓർഡർ. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ചട്ടപ്രകാരമാണ് നോട്ടീസ് നൽകിയതെന്ന് വാക്കൌട്ട് നടത്തിയ ശേഷം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയും ഗ്രാന്റുകൾ തടഞ്ഞുവയ്ക്കുകയും ചെയ്യുന്ന സമീപനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണം എന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. ധനമന്ത്രി KN ബാലഗോപാൽ ആണ് പ്രമേയം അവതരിപ്പിച്ചത്. 15ാം ധനകാര്യ കമ്മീഷൻ അംഗീകരിച്ച ശുപാർശയെ മറികടന്നുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ചതെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി വെട്ടിക്കുറച്ച സമീപനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും മന്ത്രി പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. തുടർന്ന് മറ്റ് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർ അറിയിച്ചു. കൃഷിക്കൂട്ടം പദ്ധതി വഴി 3 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മന്ത്രി P പ്രസാദിനുവേണ്ടി സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിള ഇൻഷുറൻസ് പദ്ധതി വഴി 1.25 ലക്ഷത്തോളം കർഷകർക്ക് ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി വഴി 59.25 ലക്ഷം രൂപ വരുമാനം വിദ്യാർത്ഥികൾ നേടിയതായി മന്ത്രി R ബിന്ദു. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 4 വർഷ ബിരുദ കോഴ്സിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പദ്ധതി ഉൾപ്പെടുത്തും. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ വച്ചു. ആഭ്യന്തര ഉൽപാദനത്തിൽ 6.6% വളർച്ച നേടി. റവന്യൂ കമ്മി 0.88% കുറഞ്ഞു. ധനകമ്മി 2.44% കുറഞ്ഞു. റവന്യൂ വരുമാനം 12.48% നിന്ന് 12.69% കൂടി. തനത് നികുതി വരുമാനം ഇത്തവണ 23.36% വർദ്ധിച്ചു. സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ വാർഷിക വളർച്ചാ നിരക്കിൽ കുറവ് 10.16% നിന്ന് 8.19% കുറഞ്ഞു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് വേണമെന്ന കാര്യം UDFൽ ആവശ്യപ്പെടുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വിദേശത്തുള്ള പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൽ തിരിച്ചെത്തിയ ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്തി തീരുമാനം കൈക്കൊള്ളുമെന്നും ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്.
ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in/vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷകൾ application.prasarbharati.org എന്ന വെബ്സൈറ്റിൽ 2024 ഫെബ്രുവരി 8-നകം നൽകേണ്ടതാണ്. അന്താരാഷ്ട്ര കപ്പലുകൾ അടുക്കുന്നതിനും തുറമുഖങ്ങൾക്കുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ഇന്റർനാഷണൽ ഷിപ്പ് ആന്റ് പോർട്ട് ഫെസിലിറ്റി സ്ഥിരം സെക്യൂരിറ്റി കോഡ് കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിന് ലഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. നേരത്തെ വിദേശത്തു നിന്നുൾപ്പെടെ ചരക്ക് കൊണ്ടുവരുന്നതിന് പ്രത്യേക അനുമതി ആവശ്യമായിരുന്നു. അഴീക്കൽ തുറമുഖത്തേക്ക് വരുന്ന ചരക്കുകൾ കൊച്ചിയിൽ വന്ന് അനുമതി വാങ്ങിയ ശേഷമായിരുന്നു അഴീക്കലേക്ക് കൊണ്ടുവന്നിരുന്നത്. കോഡ് ലഭ്യമായതോടെ നേരിട്ട് തന്നെ പോർട്ടിലേക്ക് വിദേശ ചരക്കുകൾ കൊണ്ടുവരാൻ സാധിക്കും. തുറമുഖത്തിന് ഈ കോഡ് ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ മർച്ചന്റ് മറൈൻ വകുപ്പുകൾ, കൊച്ചിയിൽ നിന്നുള്ള നോട്ടിക്കൽ സർവേയർ തുടങ്ങിയവർ കഴിഞ്ഞ വർഷം ജൂലൈയിൽ പരിശോധന നടത്തുകയും നിബന്ധനകളോടെ 2024 ജനുവരി വരെ കോഡ് അനുവദിക്കുകയും ചെയ്തിരുന്നു. പരിശോധനയിൽ പരാമർശിച്ച എല്ലാ പ്രവൃത്തികളും സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും അതിന്റെ നിലവിലുള്ള സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പോരായ്മകൾ പരിഹരിച്ചതിനെ തുടർന്നാണ് സ്ഥിരമായി കോഡ് അനുവദിച്ചത്. തുറമുഖ വികസനത്തിന് ഇത് വലിയ നാഴികക്കല്ലാകുമെന്ന് കെ വി സുമേഷ് MLA പറഞ്ഞു. വയനാട് മാനന്തവാടിയിൽ ഇറങ്ങിയ കാട്ടാനയെ വെടിവയ്ക്കാൻ അനുമതി കിട്ടിയതായി ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ്. നടപടികൾ പൂർത്തിയാക്കി ഉത്തരവിറങ്ങിയാലുടൻ മയക്കുവെടിവയ്ക്കാൻ വനംവകുപ്പ് സജ്ജമാണ്. ഇന്ന് വെളുപ്പിനാണ് കാട്ടാന വയനാട്ടിൽ ഇറങ്ങിയത്. തിരുവനന്തപുരം അട്ടക്കുളങ്ങര ഇഞ്ചയ്ക്കൽ റോഡിൽ 700 mm പൈപ്പ് ലൈനിലെ ചോർച്ച പരിഹരിക്കുന്നതിനുള്ള ജോലികൾ നിശ്ചയിച്ചിരിക്കുന്നതിനാൽ നാളെ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ശ്രീകണ്ഠേശ്വരം, ചാല, വലിയശാല, മണക്കാട്, ശ്രീവരാഹം, പെരുന്താന്നി, പാൽക്കുളങ്ങര, ചാക്ക, ഫോർട്ട്, വള്ളക്കടവ്, കമലേശ്വരം, അമ്പലത്തറ എന്നീ വാർഡുകളിൽ പൂർണ്ണമായും, കുര്യാത്തി, ആറ്റുകാൽ, വലിയതുറ, കളിപ്പാൻകുളം, പേട്ട എന്നിവിടങ്ങളിൽ ഭാഗികമായും ശുദ്ധജല വിതരണം തടസ്സപ്പെടുമെന്ന് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് റോഡ് അപകടങ്ങളിൽ പെടുന്നവരെ രക്ഷപ്പെടുത്തുന്നവർക്ക് പോലീസ് പാരിതോഷികം ഏർപ്പെടുത്തുന്നു. അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ കോഴിക്കോട് സിറ്റി പോലീസാണ് ഗുഡ് സമരിറ്റൻസ് അവാർഡ് പദ്ധതിക്ക് തുടക്കമിട്ടത്. അപകടം പറ്റിയ ആളെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം അവരുടെ ഫോട്ടോ, അപകടം സംഭവിച്ച ആളുടെ വിവരം, എത്തിച്ചയാളുടെ വിവരങ്ങൾ എന്നിവ 8590965259 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ സന്ദേശമായി അയച്ചാൽ ഉടൻ 500 രൂപ പാരിതോഷികമായി ഓൺലൈനായി ലഭിക്കും. കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം ഇന്ന് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി തുറന്നുകൊടുത്തു. CMFRIയുടെ 77ാമത് സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഓപ്പൺ ഹൌസ് പ്രദർശനം നടത്തുന്നത്. CMFRIയുടെ വിവിധ ഗവേഷണ വിഭാഗങ്ങൾ ഒരുക്കുന്ന പ്രദർശനം കടൽ ജൈവവൈവിധ്യങ്ങളുടെ അപൂർവ ശേഖരങ്ങളുടെ മ്യൂസിയം, മറൈൻ അക്വേറിയം എന്നിവ സന്ദർശിക്കുവാനും വിദഗ്ധരുമായി ആശയവിനിമയം നടത്തുവാനും അവസരമുണ്ടാകും. മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായിരുന്ന അഹമ്മദിന്റെ 7ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിലെ ഖബറിടത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളും പ്രവർത്തകരും പ്രാർത്ഥനാ സംഗമം നടത്തി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കോസ്റ്റ് ഗാർഡ് ലക്ഷദ്വീപ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടറിന്റെ ആഭിമുഖ്യത്തിൽ തീരദേശ ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. വിവിധ സേനാംഗങ്ങൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പങ്കെടുത്ത ശുചീകരണ പരിപാടികൾ കവരത്തി ഗാന്ധി സ്ക്വയറിൽ ഒഫീഷ്യേറ്റിംഗ് ഡിസ്ട്രിക്ട് കമാൻഡന്റ് ശ്രീനാഥ് പി ഉദ്ഘാടനം ചെയ്തു. കേരള പദയാത്രയ്ക്ക് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കുന്ന യാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണം ഒരുക്കുമെന്നും സുരേഷ് പറഞ്ഞു. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം ടെസ്റ്റ് മത്സരം വിശാഖപട്ടണത്ത് ആരംഭിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 113 റൺസ് നേടി. ഹൈദരാബാദിൽ നടന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ ഇന്ത്യയെ ഇംഗ്ലണ്ട് 28 റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിൽ സൂപ്പർ 6 മത്സരത്തിൽ ഇന്ന് ഇന്ത്യ നേപ്പാൾ മത്സരം. ദക്ഷിണാഫ്രിക്കയിലെ ബ്ലോഫോൺഡെയിനിൽ ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് അഭിസംബോധന ചെയ്യും. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ. ആഭ്യന്തര ഉൽപാദനത്തിൽ 6.6% വളർച്ച. റവന്യൂ കമ്മി 0.88% കുറഞ്ഞു. ധനകമ്മി 2.44% കുറഞ്ഞു. കൃഷിക്കൂട്ടം പദ്ധതി വഴി 3 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി ജയ് ചിഞ്ചുറാണി. ഇംഗ്ലണ്ടിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ബാറ്റ് ചെയ്യുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.